ഏത് ഹോട്ടലിന്റെ പേരിലാണ് നിങ്ങൾ ഈ ബിരിയാണി കച്ചവടം നടത്തിയിരിക്കുന്നത്? അത് നിങ്ങൾ ദിവസം നടത്തുന്നുണ്ടോ? പോട്ടെ, ആഴ്ചയിൽ നടത്തുന്നുണ്ടോ? മാസത്തിൽ നടത്തുന്നുണ്ടോ? കൊല്ലത്തില് ഏതെങ്കിലും ഒരു ആണ്ട് ദിവസം ഇസ്ലാമിൽ എണ്ണി പറയപ്പെട്ട ഒരു പ്രത്യേക ദിവസത്തിൽ നിങ്ങൾ ഇങ്ങനെ ബിരിയാണി ചെമ്പ് നടത്തുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും, അതിനെന്തിനാ നിങ്ങൾ ഇങ്ങനെ ബേജാറാണത്? എന്നിട്ട് അംബാനിയാണ് അദാനിയാണ്? ആയിക്കോട്ടെ, പറയും. ഇത് എ പി ഉസ്താദിന് വെച്ച വെപ്പന്നെയാണ്. അദ്ദേഹം വെറൊരു ബിസിനസ്സുകാരനാണ്, ഒരു കോർപ്പറേറ്റ് ഭീമനാണെന്നുള്ളത് വരുത്തി തീർക്കുകയാണ് നിങ്ങളിപ്പോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശുദ്ധനാണ് എന്നാണ് തോന്നിയത്, പക്ഷെ ദുഷ്ടന്റെ ഫലം ചെയ്തിട്ടുണ്ട്. ബാക്കി പറയും. പ്രിയമുള്ള സഹോദരന്മാരെ, ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതിനൊത്ത ഉദാഹരണമാണ് മൻസൂറിൻ്റെ പുതിയ കൂട്ടാളി നൗഷാദ്. മൻസൂർ ഇപ്പോൾ നൗഷാദിൻ്റെ പിന്നാലെയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ മൻസൂറിൻ്റെ പ്രധാന അജണ്ട എ പി ഉസ്താദിനെ കുറ്റം പറയലാണല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ആരൊക്കെ എ പി ഉസ്താദിനെ കുറ്റം പറയുന്നുണ്ടോ അവരൊക്കെ മൻസൂറിൻ്റെ മിത്രങ്ങളാണ്. ഇനി അവർ ആ കുറ്റം പറയുന്ന ആളുകൾ എത്ര വലിയ തമ്മാടികളാണെങ്കിലും എത്ര വലിയ മുനാഫിഖാണെങ്കിലും മൻസൂറിന് അതൊന്നും പ്രശ്നമേ അല്ല. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇവിടെ നിങ്ങളിപ്പോൾ കേട്ടത് ഫാഹിം മുനീർ എന്ന് പറയുന്ന എ പി വിഭാഗത്തിലെ ഒരു മുസ്ലിയാരുടെ വോയിസ് ആണ്. അദ്ദേഹത്തിന്റെ 25 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ എനിക്കുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും എ പി അബൂബക്കർ മുസ്ലിയാരെ താറടിച്ച് കാണിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കും അത് എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും. എ പി അബൂബക്കർ മുസ്ലിയാര് അംബാനിയെ പോലെ, അദാനിയെ പോലെ, MA യൂസഫ് അലിയെ പോലെ ഒരു ബിസിനസ്സുകാരൻ മാത്രമാണ്, കേവലം ഒരു ബിസിനസ്സുകാരൻ മാത്രമാണ് എന്നുള്ളതാണ് അദ്ദേഹം ഈ വീഡിയോയിലൂടെ പറയുന്നത്. അത് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ കഴിയും. എന്റെ വാക്കല്ല, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട്. ആദ്യമേ അത് കാണിക്കാത്തത്, ഇതിനു മുമ്പ് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നൗഷാദ് അഹ്സനിയെ അദ്ദേഹം ഉപമിച്ചത് ആദ്യം ഈനാമ്പേച്ചിയോ മരപ്പട്ടിയോ പറഞ്ഞു എന്നതിനപ്പുറമായിക്കൊണ്ട് പിന്നീട് പറയുന്നത് തെമ്മാടി എന്നാണ്. ഏതൊരു തെമ്മാടി പറഞ്ഞാലും അതിന് പിന്നാലെ കൂടുന്നവനാണ് മൻസൂർ എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. നൗഷാദ് ഹസനിയുടെ കാര്യം കൂടുതൽ അവർക്ക് അറിയുള്ളൂ, അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. ഏതായാലും ആ രൂപത്തിൽ മൻസൂറിനെ കെട്ടേണ്ടതില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അതോടൊപ്പം പറയാനുള്ളത്, എ പി അബൂബക്കർ മുസ്ലിയാരെ എങ്ങനെയാണ് ഇദ്ദേഹം താറടിച്ച് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പോ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നോളജ് സിറ്റി എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം, അവിടെ വലിയൊരു മസ്ജിദും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥാപനം അത് അനിസ്ലാമികമാണ്, കോടികളുടെ ബിസിനസ് കേന്ദ്രമാണ് എന്നാണ് ഇപ്പൊ നൗഷാദ് ഹസനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നൗഷാദ് പറഞ്ഞിട്ടാണോ മൻസൂർ അറിയുന്നത്? മൻസൂറെ, അതൊന്ന് പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അത് പോരല്ല മുനീറെ, നൗഷാദ് പറഞ്ഞിട്ടാണോ ഞാൻ അറിയുന്നത്, അല്ലെങ്കിൽ അവിടെ പോയി നോക്കി മനസ്സിലാക്കുക എന്നതിനപ്പുറമായിക്കൊണ്ട് ആ സ്ഥാപനം വലിയൊരു സ്ഥാപനമാണ്, അതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷെ ആ സ്ഥാപനം വരുന്നത് എങ്ങനെയാണ്, അതിന്റെ ചരിത്രം എന്താണ്? ഷഹറെ മുബാറക്കി എന്ന പേരില് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം കൊണ്ടുവന്നുകൊണ്ട് ആ തിരുകേശം സ്ഥാപിക്കുവാൻ വേണ്ടി ഒരു വലിയ പള്ളി നിർമ്മിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നും 1000 രൂപ വെച്ച് വാങ്ങുകയും അതിനുശേഷം അത് തികയാതെ വന്ന സാഹചര്യത്തിൽ ഒരു മുസല്ലക്കണക്ക് പറഞ്ഞ് മുസല്ലക്ക് ഇത്ര എന്ന് പറഞ്ഞുകൊണ്ടും വാങ്ങിയിട്ട് ആളുകളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചില ആളുകള് നിങ്ങൾക്ക് നൽകിയ സംഭാവനകളുടെയും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുടെ ഭാഗമായിക്കൊണ്ട് അവിടെ ഒരു ഷഹറെ മുബാറക്ക് എന്ന പേരിലാണ് പള്ളി നിർമ്മിക്കാൻ പോയിരുന്നത്. എന്നാൽ അത് അവസാനിച്ചതിന്റെ കാരണമെന്ത്? ഷഹറെ മുബാറക്ക് മുടിയിട്ട വെള്ളം കൊടുത്തിരുന്നു. ആ വെള്ളം കൊടുക്കൽ നിർത്തിയത് എന്തുകൊണ്ട്? ഈ മുടിയുടെ സനത് ചോദിക്കാറുണ്ട്. ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ആ മുടിയുടെ സനത് ഇതുവരെയും പറയാൻ കഴിഞ്ഞിട്ടില്ല, എന്തുകൊണ്ട്? അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ വിഷയം കൂടുതൽ ഇവിടെ പറയുന്നില്ല, ഇത് സംബന്ധമായിട്ടൊരു വീഡിയോ വരാനുണ്ട്. ഏതായാലും ആ ഒരു കാര്യം കൂടി പറയാം. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഇറങ്ങിയപ്പോ അതില് അദ്ദേഹത്തിന് അവാർഡുകളായിട്ടും മെഡലുകളായിട്ടും ബഹുമതികളായിട്ടും ലഭിച്ചതെല്ലാം ഈ അവസാന കാലത്ത് വരെ ലഭിച്ചതും അതിൽ ചേർത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കൂടുതൽ ഉത്തമമാണ്, ഹുർമത്തുണ്ട് എന്ന് പറയുന്ന, അല്ലെ? നിങ്ങൾ അങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത്. തിരുകേശമാണെങ്കിൽ അതിന് ഈ ലോകത്ത് ലഭിക്കുന്ന ഏതൊരു പുരസ്കാരത്തെക്കാളും ഹുർമത്തുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ആ ജീവചരിത്രത്തിൽ അല്ലെങ്കിൽ ആത്മകഥയിൽ ഇല്ലാത്തത്? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഈ മുടിയിട്ട വെള്ളം
സുലഭമായിട്ട് ലഭിച്ചിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അത് നിർത്തിയത്? നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾക്ക് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ? എന്റെ ചോദ്യം ഇതാണ്. ഈ സ്ഥാപനം ഷഹറെ മുബാറക്ക് എന്ന പേരിൽ ഒരു മസ്ജിദ് പണിയുവാൻ സ്വരുക്കൂട്ടിയ വിശ്വാസികളിൽ നിന്ന് പിരിച്ചെടുത്ത പണം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തില് ആളുകൾ നൽകിയ ഓരോ സംഭാവനയും അത് എന്തിന്റെ പേരിലായിരുന്നു? വിശ്വാസത്തിന്റെ പേരിലല്ലായിരുന്നോ? അല്ലേ? അതേപോലെ എവിടെയാണ് സനത് എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ മുടിയിട്ട വെള്ളം കൊടുക്കാത്തത്? ആ മുടി എവിടെ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയില് വ്യക്തമായിട്ട് ചോദിക്കുന്നതുകൊണ്ട് ഇവിടെ വിശദീകരിക്കപ്പെടുന്നില്ല. അപ്പൊ നൗഷാദ് പറഞ്ഞിട്ട് മാത്രമല്ല, ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. നൗഷാദ് പറഞ്ഞപ്പോ പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾ പറയും. നൗഷാദ് അഹ്സനി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യനാണ്. അല്ല, നൗഷാദ് ഹസനി കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യനൊന്നുമല്ല. ഇനി അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ള ഉസ്താദന്മാരാണ് ഈ നൗഷാദ് അഹ്സനിക്ക് ഓതി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് അവൻ ഉൾക്കൊണ്ടിട്ടില്ല എന്നത് മറ്റൊരു സത്യമാണ്. അവന്റെ നീക്കങ്ങൾ പലതും ആശയ ആദർശങ്ങൾക്കെതിരായതുകൊണ്ട് ഉസ്താദുമാർ അവനെ ഉപദേശിച്ചു. അത് എന്നെ ആരാണ് ഉപദേശിക്കാൻ എന്ന മട്ടിൽ അവൻ അത് തിരസ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഉസ്താദുമാരെ ശത്രുപക്ഷത്ത് കാണാൻ തുടങ്ങി. അങ്ങനെ ഉസ്താദുമാരെ അവൻ തള്ളി പറഞ്ഞു. എന്നെ ഇനി അഹ്സനി എന്ന് വിളിക്കണ്ട എന്നാണ് നൗഷാദ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഞാൻ AP ഉസ്താദിന്റെ ശിഷ്യനാണ് നൗഷാദ് അഹ്സനി എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റൊന്നുമല്ല മുനീർ മുസ്ലിയാരെ. കാര്യം AP അബൂബക്കർ മുസ്ലിയാര് EK അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യനാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ AP അബൂബക്കർ മുസ്ലിയാരുടെ ഉസ്താദ് OK ഉസ്താദാണ്. OK ഉസ്താദിന്റെ ഉസ്താദാണ് EK ഉസ്താദ്. ഇനി അതൊക്കെ പോട്ടെ, ഇമാമുന ഷാഫി റഹിമുല്ല അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് നവവി ഇമാം എന്ന് പറയാറുണ്ട്. എന്നാൽ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹിമുല്ല അദ്ദേഹം ജനിച്ച് ജീവിച്ച് വഫാത്തായി പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഇമാം യഹ്യ ബിൻ ഷറഫുദ്ദീൻ നവവി ജനിക്കുന്നതും ജീവിക്കുന്നതും വഫാത്താവുന്നതും. പക്ഷെ നമ്മളൊക്കെ പറയാറുണ്ട് ഇമാം ഷാഫിയുടെ ശിഷ്യനാണ് ഇമാം നവവി എന്ന്. അതുപോലെ തന്നെ ഇമാം റാഫിയും അവരുടെ പരമ്പരയിലുണ്ട് എന്നുള്ളൂ. ഇനി അല്ലെങ്കിൽ സുലൈമാൻ മുസ്ലിയാര് AP ഉസ്താദിന്റെ ശിഷ്യനാണ്. ഈ സുലൈമാൻ മുസ്ലിയാരെ ശിഷ്യനാണ് നൗഷാദ് ഹസനി. അതിപ്പോ അത്ര വലിയൊരു തെറ്റായിട്ട് നിങ്ങൾ കാണുമൊന്നും വേണ്ട. ഇനി അല്ലാന്ന് തന്നെ വെക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളല്ലേ അല്ലേ? അത് മനസ്സിലാക്കണ്ടേ. പിന്നെ ഉസ്താദുമാരെ അംഗീകരിച്ചില്ല, അനുസരിച്ചില്ല എന്നുള്ളതാണ്. അതും ഒരു വിഷയമായിട്ട് വരുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. എങ്കിലും പറയട്ടെ, EK അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യനായ OK ഉസ്താദിന്റെ ശിഷ്യനായ AP അബൂബക്കർ മുസ്ലിയാരെ കാന്തപുരം അദ്ദേഹം EK അബൂബക്കർ മുസ്ലിയാരെ അംഗീകരിച്ചിരുന്നോ? നിഷേധിച്ചിട്ടില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അതൊന്നുമല്ല ഇവിടത്തെ ചർച്ച. എന്തായാലും മുനീർ സാഹിബ് പറയും. എന്തിനാണ് മൻസൂറെ നിങ്ങളെപ്പോലെയുള്ള കുരുവട്ടൂര് മൂടുതാങ്ങികൾ അവനെ അഹ്സനി ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനുശേഷം അവരുടെ കോളേജുകളിൽ പഠിക്കുകയും അവിടെ നിന്നും അഹ്സനി ബിരുദം എടുത്തുകൊണ്ട് കാന്തപുരം വിഭാഗത്തിന്റെ ഒരു പ്രാസംഗികനും അതുപോലെ തന്നെ സംവാദങ്ങളും മുഖാമുഖങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു നൗഷാദ് അഹ്സനി. കുറച്ചു കാലം മുമ്പ് അതിൽ നിന്നും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അത് പുറത്താക്കിയതാണോ പുറത്തേക്ക് ചാടിയതാണോ എന്നൊന്നും വ്യക്തമായിട്ട് അറിയില്ല. പുറത്താക്കിയതാണ് മൻസൂറെ. ശരി, പുറത്താക്കിയതാവട്ടെ അല്ലെങ്കിൽ പുറത്ത് ചാടിയതാവട്ടെ, അദ്ദേഹത്തെ അഹ്സനി എന്ന് പറയാൻ പാടില്ല എന്നുള്ളത് അത് താങ്കൾ എങ്ങനെയാണ് പറയുക? ഇപ്പോ കൂറ്റമ്പാറ ഉസ്താദ് ഉണ്ട്, അദ്ദേഹം ദാരിമിയല്ലേ? അദ്ദേഹത്തെ എപ്പോഴും മറ്റൊരു ഭാഗത്തു നിന്ന് വന്നിട്ട് നന്ദി ദാറുസലാമിൽ നിന്ന് പഠിച്ചിട്ട് പിന്നീട് നിങ്ങളുടെ ഒപ്പം എത്തിയപ്പോ ആ ദാരിമി ബിരുദം കളഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ തന്നെ സി മുഹമ്മദ് ഫൈസി, അദ്ദേഹം AP അബൂബക്കർ മുസ്ലിയാരുടെ മരുമകനല്ലേ? അദ്ദേഹം ജാമ്യയിൽ നിന്ന് ഫൈസി ബിരുദം എടുത്ത ആളല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ സക്കാഫി ബിരുദം എടുക്കായിരുന്നല്ലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിരുദം എടുക്കായിരുന്നല്ലോ. അദ്ദേഹം പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് എടുത്തിട്ടുള്ള ഫൈസി ബിരുദം തന്നെയല്ലേ ഇപ്പോ മർക്കസിന്റെ മാനേജറായി തുടരുമ്പോഴും ആ പേര് തന്നെയല്ലേ ഉപയോഗിച്ചിരുന്നത്? അപ്പോ അതൊന്നും വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല മുസ്ലിയാരെ. അദ്ദേഹത്തിന് അഹ്സനി ബിരുദം കിട്ടിയത് കാരണം കൊണ്ട് അദ്ദേഹത്തെ അഹ്സനി എന്ന് വിളിക്കുന്നു. പിന്നെ അദ്ദേഹത്തെ അഹ്സനി എന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇതുപോലെ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ അഹ്സനി എന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അത് നിങ്ങളുടെ വീഡിയോയിൽ കണ്ടു. എന്തോട്ടെ, അതൊന്നല്ലല്ലോ നമ്മുടെ വിഷയം. അദ്ദേഹത്തെ എന്ത് വിളിക്കണം എന്നല്ല. പറയൂ. അപ്പൊ മൻസൂർ ഇനി കാരക്കമ്പിയൊന്നും കേൾക്കണ്ട. അവനെ പുറത്താക്കിയത് തന്നെയാണ്. ഇവൻ പിഴച്ചു പോകാനുള്ള പ്രധാന കാരണം ഉസ്താദുമാരുടെ കുരുത്തക്കേടാണെന്ന് ചുരുക്കം. ഓക്കെ, അതിന്റെ ഒരു സാഹചര്യം പറഞ്ഞു കേട്ടത് കാന്തപുരം വിഭാഗത്തിലെ അവരുടെ
മുഖാമുഖങ്ങളും സംവാദങ്ങളും ഒക്കെ നടത്തുന്ന, മുൻകാലങ്ങളിൽ നടത്തിയിരുന്ന ചില ഉസ്താദന്മാര് ഈ നൗഷാദ് അഹ്സനിയുടെ രംഗപ്രവേശനത്തോടെ അവർക്ക് അവരുടെ ആ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടു. അപ്പോ നൗഷാദ് അഹ്സനിയെ ഒന്ന് ഇരുത്തുക എന്നുള്ളത് അതിൽ ചില ആളുകളുടെ ആവശ്യമായിരുന്നു എന്നൊക്കെയാണ് പുറത്തു നിന്ന് കേൾക്കുന്ന കാരക്കമ്പി. മൻസൂർ അത്തരത്തിലുള്ള കാരക്കമ്പികൾ മാത്രമാണ് കേൾക്കാറുള്ളത്. സത്യങ്ങളൊന്നും മൻസൂർ സാധാരണ അന്വേഷിക്കാറില്ല. അത് മാത്രമാണ് മൻസൂർ വീഡിയോ ആക്കുകയുള്ളൂ. സത്യങ്ങളൊന്നും മൻസൂർ പറയാറില്ല. അത് മൻസൂറിന്റെ സ്വഭാവമാണല്ലോ. എന്തോ അവരുടെ ശരി, അതിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, അവരുടെ കാവ്, അവരുടെ പൂരം എന്തോ ആവട്ടെ, നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്നില്ല. പക്ഷേ താങ്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഒരു പ്രതിപക്ഷ ബഹുമാനം അത് നല്ലതാണ്. ഈ താങ്കളെപ്പോലെ തന്നെ ദർസോദി, അതുപോലെ താങ്കളെപ്പോലെ തന്നെ കോളേജിൽ പോയി കിതാബ് പഠിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം ഒരു ബിരുദം എടുത്തു വന്നിട്ടുള്ളത്. ഓന് അവന് എന്നൊക്കെ പറയുമ്പോൾ അതൊരു മോശമായ പദപ്രയോഗമാണ് എന്നുള്ളത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ വീക്ഷിക്കുന്ന മറ്റുള്ളവർ മനസ്സിലാക്കും എന്നുള്ളത് തിരിച്ചറിയുക. നൗഷാദ് അഹ്സനിയും ഞാനും, അദ്ദേഹത്തിന്റെ ആദർശവും എന്റെ ആദർശവും രണ്ടാണ്. അദ്ദേഹത്തിന്റെ ആദർശവുമായിട്ട് എനിക്ക് ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ല. ഞാന് തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന ആളാണ്. അപ്പോ ഇസ്തിഗാസ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും ഇവിടേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പൊ അവന് ഇവന് എന്നുള്ളതൊക്കെ നിങ്ങൾ പറയുമ്പോ സർഫുൻ നഹ്വും അതുപോലെ തന്നെ ഫത്വൽ മുയീനും മന്ദിക്കും പത്തിത്താവും അതുപോലെ ജമ്മുൻ ജവാമി നിങ്ങൾ ഓതി പഠിച്ച കിതാബുകളൊക്കെ ഓതി പഠിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണത്. ആ മനുഷ്യനെ ആ ഒരു രൂപത്തിൽ നിങ്ങൾ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. കാര്യം ഞാനും താങ്കളും രണ്ട് ധ്രുവങ്ങളാണ്. നിങ്ങൾ രണ്ടുപേരും കിതാബ് ഓതി പഠിച്ച ആളുകളാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ബഹുമാനം കൊടുക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. പിന്നെ പുറത്താക്കുന്നതിന് മുമ്പ് അവിടെ തന്നെ ആയിരുന്നല്ലോ, നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ പ്രവർത്തിച്ചിരുന്നത്. നിങ്ങളുടെയൊക്കെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടി അന്ത്യോളം വെള്ളം കോരിയിട്ട് അന്തിക്ക് കലമുടക്കുന്ന ആ വർത്താനം അതൊരു സുഖം തോന്നിയില്ല. എന്തായാലും നിങ്ങൾ പറയും. എന്നാൽ AP അബൂബക്കർ മുസ്ലിയാരുടെ പല കാര്യങ്ങളും നമ്മൾ വിമർശിക്കുമ്പോൾ പല ആളുകളും വന്നുകൊണ്ട് അസൂയയാണ്, അതുപോലെ തന്നെ കുറ്റം പറയുകയാണ്, പച്ചർച്ചിഹ്നാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളെ ഇപ്പോ നൗഷാദ് അഹ്സനി ഈ കാന്തപുരം വിഭാഗത്തിന്റെ ഒപ്പം നടന്ന് അവരുടെ ആളായി പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി ഘോരഘോരം ഖണ്ഡനങ്ങളും മണ്ഡനങ്ങളും നടത്തിയിരുന്ന ഈ അഹ്സനി ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവന്റെ പ്രധാന ശത്രുക്കൾ ഇപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ മഹാന്മാരായ സുന്നി പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദിനെ കുറിച്ച് ഇല്ലായ്മ പറത്തൽ ഇവന് അനിവാര്യമായി വന്നു. ഇവിടെ എന്താ പറഞ്ഞത്? എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ എന്റെ കൂട്ടത്തിലുള്ള ആളുകളെ പോലെ തന്നെ സുന്നി പണ്ഡിതന്മാരാണ് ഈ നൗഷാദ് അഹ്സനിയുടെയും ശത്രു എന്നാണ്. എന്റെ ശത്രു ഇവരാരുമല്ല. എന്റെ ശത്രു ഇബ്ലീസും ഇബ്ലീസിന്റെ കബീലയുമാണ്. ഇബ്ലീസിന് വേണ്ടി പണിയെടുക്കുന്നവരെല്ലാം എന്റെ ശത്രുവാണ്. അപ്പൊ ആ ഒരു രൂപത്തിൽ പറഞ്ഞു പോയാൽ നമ്മൾ സാധാരണ പറയുന്ന വീഡിയോകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഒരാളെ മാത്രം ബ്രാൻഡ് ചെയ്തുകൊണ്ട് 1000-ൽ പരം വീഡിയോകൾ ചെയ്തിട്ടുള്ള ഞാൻ ഒരാളെ മാത്രം ബ്രാൻഡ് ചെയ്തിട്ടല്ല. ഈ പറയപ്പെട്ട AP ഉസ്താദിനെ നല്ലത് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലേ? പല വീഡിയോകളും അത് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ മറ്റൊരു ഭാഗത്തേക്ക് ചേർത്താനൊക്കെ നോക്കുന്നുണ്ട്. അത് നമുക്ക് ആ സമയത്ത് പറയാം. അപ്പൊ എന്റെ ശത്രു എന്നുള്ളത് അള്ളാഹുവിന്റെ വഹദാനിയത്തിനെതിരായിട്ട് നിൽക്കുന്ന, അള്ളാഹുവിന്റെ ഏകത്വത്തിന് അപ്പുറമായിക്കൊണ്ട് അല്ലല്ലാത്തവരെ വിളിച്ചു തേടാൻ പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. അതില് പ്രമുഖരാരാണോ പ്രമുഖ ശത്രുവായിരിക്കും. എന്നാൽ അത് സ്ഥിരമല്ല. അവരവരുടെ നിലപാട് മാറ്റുന്നതോടെ എനിക്ക് എന്റെ ശത്രുത അതൊരു ശത്രുതയല്ല. ഒരു എതിരഭിപ്രായം വരുമ്പോ അത് ഖുർആനും സുന്നത്തിനും എതിരായിട്ടുള്ള ആളുകളോട് നമുക്കത് പറഞ്ഞേ പറ്റൂ. അപ്പോ ആ ഒരു ഗണത്തിൽ നിങ്ങൾ കൂട്ടേണ്ടതില്ല. ഇനി ഞാൻ നൗഷാദ് മൗലീദ് ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ് മൂപ്പരുടെ ഒരു കണ്ടെത്തല്. അതൊന്ന് പറയട്ടെ മൂപ്പര്. ഇനി മൻസൂറിന്റെ പ്രിയ സുഹൃത്ത് നൗഷാദിനെ കുറിച്ച് മദ്ഹ് പറയലുമാണ്. അത് കേൾക്കാം. നൗഷാദ് മൗലിദ്. നൗഷാദ് അഹ്സനി കുറെ കാലമായിട്ട് കുരുവ ടൂറിസത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇവർക്കെതിരെ, കാന്തപുരം AP വിഭാഗത്തിനെതിരെ പലതരത്തിലുള്ള ഒളിയമ്പുകളും അത് തുറന്നു പറയലുകളും അതുപോലെ തന്നെ തുറന്നല്ലാത്ത ചില പറയലുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് പോയിട്ടുണ്ട്. കർണാടകയുടെ പല ഭാഗത്തും പോയി പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്താറുണ്ട്. അവിടെയൊന്നും കാന്തപുരം മുസ്ലിയാരെ അയാൾ നേരിട്ട് വിമർശിക്കുവാൻ തയ്യാറായിട്ടില്ല. അത് ഭയം കൊണ്ടാണോ മറ്റെന്തെങ്കിലും ആണോന്ന് അറിയില്ല. എന്നാൽ ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അതാണല്ലോ മൻസൂറിന് ഏറ്റവും ഇഷ്ടം. കാന്തപുരം ഉസ്താദിന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഇനി എത്ര വലിയ തെമ്മാടിയാണെങ്കിലും അത് മൻസൂറിന് വലിയ ഹരമാണ്. എന്തൊരു മനുഷ്യനാണ് മൻസൂറെ. അതാണ് ഇപ്പൊ മൻസൂറിനെ കുറ്റം. നൗഷാദ് അഹ്സനിയെ പച്ചക്ക് തെമ്മാടി എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്.
ഈ നൗഷാദ് ഹസന് നിങ്ങൾക്കൊക്കെ വേണ്ടി പണിയെടുത്തതിന്റെ പകുതി താങ്കളെ കൊണ്ട് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനിയുള്ള കാലം കൊണ്ട് ചെയ്യാൻ കഴിയുമോ? ഈ നൗഷാദ് ഹസനിയെ ഞാൻ വലിയൊരു യുഗപുരുഷനാക്കിക്കൊണ്ട് കൊണ്ടുവരികയല്ല, ബ്രഹ്മാണ്ഡ പണ്ഡിതനാക്കിയിട്ട് ഞാൻ എവിടെയും കാണിച്ചിട്ടുമില്ല. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങള്, ആ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസവും എന്റെ വിശ്വാസവും, അദ്ദേഹത്തിന്റെ ആദർശവും എന്റെ ആദർശവും, അത് രണ്ടാണ്. ആ രണ്ട് ദ്വന്ദ്ങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. നൗഷാദ് ഹസനി പറയുന്ന എല്ലാം സാരസമ്പൂർണമാണ്, സത്യസന്ധമാണ് എന്നൊന്നും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊരു സമയത്ത് നന്നായിട്ട് പണിയെടുത്തിരുന്ന ആള് അന്ന് നല്ലവനായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം നിങ്ങളുടെ ചില നിലപാടുകൾക്ക് എതിരായിട്ട് നിന്നപ്പോ അയാള് തെമ്മാടി എന്നാണ് നിങ്ങൾ അഭിസംബോധന ചെയ്തത്. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കിട്ടാറില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, അദ്ദേഹത്തിന്റെ ആദർശവും എന്റെ ആദർശവും രണ്ടും രണ്ടാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകളല്ല എന്റെ നിലപാട്. ഓക്കെ, എന്തായാലും ബാക്കി കേൾക്കാം നമുക്ക്. ാഭിത്വതയുടെ സമ്മേളനമൊക്കെ പോയി പങ്കെടുക്കുന്ന ആളല്ലേ മെയിനാള്. അതാണ് AP ഉസ്താദിനെ പറ്റി പറയുമ്പോ മൻസൂറിന്റെ ഒരു ആവേശം നോക്കണം. എന്റെ സാധാരണക്കാരായ പ്രവർത്തകരെ, നൗഷാദെ, ഈ ശബ്ദമിട്ട് പറഞ്ഞത് കൊണ്ടൊന്നും പഴയ പോലൊന്നുമല്ല, ജനറേഷൻ മാറിക്കഴിഞ്ഞു. ഇപ്പൊ ആ പഴയ ശബ്ദമിട്ട് പറഞ്ഞാൽ പേടിച്ച് നിങ്ങളുടെ പിന്നാലെ കൂടുന്നതും ഇത് സത്യമാണെന്ന് ധരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി നൗഷാദെ. ഓക്കെ, എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ പാടൊന്നും ഇപ്പോ മുനീർ മുസ്ലിയാർക്ക് അറിയില്ല എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. പിന്നെ എനിക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് പിന്നീട് നൗഷാദിനായി മറുപടി, നൗഷാദിന് കുറെ മറുപടി പറയുന്നുണ്ട്, ശബ്ദമിട്ട് പറഞ്ഞാല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെ പറയുവാനുള്ളത് മറ്റൊരു കാര്യമാണ് മുനീർ മുസ്ലിയാരെ. എനിക്ക് നിങ്ങളൊരു മറുപടി പറഞ്ഞു. AP അബൂബക്കർ മുസ്ലിയാരുടെ ഷർട്ട് സംബന്ധമായിക്കൊണ്ട്, ഇടുന്ന ഷർട്ട് ദിവസവും ദാനം ചെയ്യാണ്, അതിനു വേണ്ടിയിട്ട് അടിക്കാൻ ഒരാളെ നിർത്തിയിക്കുകയാണെന്നൊക്കെ ഒരു ബാക്കവി പറഞ്ഞപ്പോ, അലി ബാക്കവി, അതിന് നിങ്ങളൊരു മറുപടി പറഞ്ഞിരുന്നു. അതിന് കുറിക്ക് കൊള്ളുന്ന വിധത്തിൽ ഞാനൊരു മറുപടി തന്നു. പക്ഷെ നിങ്ങളത് തൊട്ടിട്ടില്ല. നിങ്ങൾക്ക് കുറച്ച് വ്യൂവേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും കുറച്ച് വ്യൂവേഴ്സിന് ഉണ്ടാക്കി തരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിൽ നിന്നുള്ളത്. മാന്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ നൽകിയ മറുപടിക്ക് താങ്കൾ മറുപടി നൽകുമായിരുന്നു. എന്നാൽ നിങ്ങൾക്കതിന് മറുപടി നൽകാൻ കഴിയില്ല എന്ന് എനിക്കും മനസ്സിലായി. എന്തായാലും അത് പോട്ടെ, നമുക്കിതുമ്പോ നോക്കാം. നിങ്ങൾ പറയും. ഇപ്പൊ ഈ ഒരാഴ്ചയിൽ എന്തൊക്കെ പിരിവുകളാണ്. ഇനി നൗഷാദും മൻസൂറും കൂടെ കടക്കുന്നത് സമസ്തയിൽ നടന്ന ചില പിരിവുകളെ കുറിച്ചാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഒരു കച്ചവടമാണ്. അഥവാ ബിരിയാണിയായിട്ടും പല പ്രൊഡക്റ്റുകളും കച്ചവടം ചെയ്തുകൊണ്ട് ധനം സമ്പാദിക്കുന്നതിനെയാണ് ഇവിടെ മൻസൂറും നൗഷാദും ഗണ്ണിക്കുന്നത്. അത് ഒരു കച്ചവടം തന്നെ ആയിരുന്നു എന്നാ പറഞ്ഞത്. ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചത് നൗഷാദ് ഹസനി പറയുന്ന കാര്യങ്ങളായിരുന്നു. ആ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അദ്ദേഹം തന്നെ സാധു അതിനതിന്റെ കാര്യബോധമില്ലാതെ പോയി. AP ഉസ്താദും അതുപോലെ തന്നെ അബ്ദുൽ ഹക്കീം അസ്അരി ഉസ്താദും അതുപോലെ പേരോട് ഉസ്താദും പൊന്മുള ഉസ്താദും മറ്റുള്ള ഉസ്താദന്മാരൊക്കെ ഈ കാര്യത്തിൽ ഇതേ നിലപാടുകാരാണോ എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക. അവര് തിരിച്ചറിയെങ്കിൽ തിരിച്ചറിയട്ടെ. ബാക്കി അദ്ദേഹം പറയട്ടെ. എന്താണ് അദ്ദേഹം കച്ചവടം എന്ന് സമ്മതിച്ചത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? കച്ചവടം നടത്തുന്നത് മോശമാണ്, അല്ല, കച്ചവടം നടത്തുന്നത് മോശമല്ല എന്നാണ് ഇനി മൻസൂർ അവസാനം പറയാൻ പോകുന്നതും. എന്തിനാണ് ഇവിടെ നിങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യുന്നത്? കച്ചവടം നടത്തുന്നത് മോശമാണെങ്കിൽ മഹാന്മാരായ സ്വഹാബത്ത് കച്ചവടം നടത്തിയിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടത്തിന് പ്രോത്സാഹനം നൽകിയിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടം നടത്തിയിട്ടില്ലേ? ഇതൊക്കെയല്ല നമുക്ക് മാതൃക. പിന്നെ പിരിവിനെ കുറിച്ചാണെങ്കിൽ നൗഷാദെ, നിങ്ങളും പിരിവ് നടത്തിയിട്ടില്ലേ? ഓക്കെ, കച്ചവടമാണ് ഞങ്ങളുടെ പ്രശ്നം എന്നാ പറഞ്ഞത്. കച്ചവടം ഒരു പ്രശ്നമല്ല. ഹലാലായ കച്ചവടം നടത്താം. സ്വഹാബത്ത് കച്ചവടം നടത്തിയിട്ടില്ലേ? ഉണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനായിരുന്നു. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു എന്നുള്ളതാണ് അറിവ്. അതുപോലെ മറ്റു പല സ്വഹാബത്തും വലിയ വലിയ കച്ചവടക്കാരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടം ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ചെയ്ത പോലത്തെ ഒരു കച്ചവടമാണോ ഇവിടെ ഈ നടക്കുന്നത്? ആണോ? ഇവിടെ നിങ്ങളും പിരിവ് നടത്തിയിട്ടില്ലേ എന്നാണ് നൗഷാദ് ഹസനിനോട് ചോദിക്കുന്നത്. നൗഷാദ് ഹസനി മറുപടി പറയായിരിക്കും. എങ്കിലും അതോട് അനുബന്ധമായിക്കൊണ്ട് അറിയുന്നൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഇപ്പൊ കാണുന്ന ഈ റെസീറ്റ്, ഇതാണ് നൗഷാദ് ഹസനി നടത്തിയ പിരിവ് എന്നുള്ളതാണ്. അതിലെന്തോ 50 രൂപ എന്തോ എഴുതിയിട്ട് അവരുടെ ദർസ്, അവരുടെ സ്ഥാപനങ്ങള്, അവരുടെ മറ്റു സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള അതിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് പിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതൊരു മാന്യമായ കാര്യമല്ലേ? ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് സ്ഥാപന പിരിവ് നടത്താൻ ഇങ്ങനെ നടക്കുന്നത്? പിരിവ് ഉദ്ദേശിച്ച് മാത്രമല്ല സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതും ഇതും താരതമ്യം ചെയ്യുമ്പോൾ
ഒരു എക്കച്ചങ്ക അത് നിങ്ങൾക്ക് വരും. എക്കച്ചങ്ക എന്നുള്ള വാക്ക് അലവി സഖാഫി പറഞ്ഞ വാക്കാണ്. അത് നിങ്ങൾക്ക് ഇനിയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ വരും. കേൾക്കാം. നിങ്ങൾ നോക്ക്. അതാ കേട്ടോളി. പിരിശപ്പൊതി, അതാ 1, അറഫാനിധി 2, ബിരിയാണി പൊതി, 3, നെയ്ച്ചോർ ചാക്ക്, 4. ഇങ്ങനെ എന്തൊക്കെ ഏതെല്ലാം പണികൾ. ഇതൊക്കെ നടത്തുന്നത് ഈ പാവപ്പെട്ട പ്രവർത്തകരിൽ നിന്ന് അവരെ ഹദ്റത്തുൽ ഖുദ്സിൽ നിന്ന് തടയുന്നതോടൊപ്പം അതെ, പാവപ്പെട്ട ജനങ്ങൾ നൽകാനും തയ്യാറാണ്. പാവപ്പെട്ട ജനങ്ങൾ നൽകാൻ തയ്യാറാണോ നൽകാൻ തയ്യാറല്ലേ എന്നുള്ളതല്ല ഇവിടെയുള്ള കാര്യം. ഇവിടെ ഈ ബിരിയാണി ചെമ്പ് അല്ല ബിരിയാണി കിറ്റ് അതുപോലെ തന്നെ നെയ്ച്ചോർ പൊതി, അതുപോലെ തന്നെ അറഫ നിധി, ഇതൊക്കെ എന്ത് അടിസ്ഥാനമാക്കിയാണ് അവിടെ നടത്തിയത് എന്നുള്ളത് താങ്കൾക്കറിയാം. താങ്കള് ഇവിടെ ആളുകൾക്ക് മുമ്പിൽ ഇരുന്നിട്ട് പൊട്ടീസ് കളിച്ചിട്ട് കാര്യമല്ല. അറഫ നിധി എന്ന് പറഞ്ഞിട്ട് എന്ത് കച്ചവടം നടത്തി നിങ്ങൾ ഈ പറയണത്? എന്ത് പൊട്ടപ്പോയത്താണ് മുനീർ ഉസ്താദ് നിങ്ങൾ ഈ പറയണത് അല്ലേ? മുനീർ മുസ്ലിയാരെ അറഫ നിധി എന്ന് പറഞ്ഞിട്ട് എന്ത് നിധിയെ കൊടുത്തത്? പൈസയും വാങ്ങിയിട്ട്. അത് അറഫ ദിനത്തോടനുബന്ധമായി കൊണ്ട് ഇസ്ലാമിൽ മൂല്യം കൽപ്പിക്കപ്പെടുന്ന ദിവസങ്ങളിൽ അറഫ ദിനം അന്ന് നിങ്ങൾ അറഫ നിധി നടത്തിയിരിക്കുകയാണ്. എന്ത് നീതിയാണ് നിങ്ങൾ കച്ചവടം ചെയ്തത്? 2, ഇതുപോലെ തന്നെ മതം ഇസ്ലാം നിഷ്കർഷിക്കുന്ന, ഇസ്ലാം മൂല്യം കൽപ്പിക്കുന്ന ദിവസങ്ങളിലാണ് നിങ്ങൾ ബിരിയാണി പൊതി ഉണ്ടാക്കിയത്, നിങ്ങൾ നെയ്ച്ചോറ് പൊതി ഉണ്ടാക്കിയത്. എന്നിട്ട് അത് കച്ചവടം ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയെ പറയാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. പറയും. ടീമും ചെയ്യുന്നത് അതിന് ഏണി വെച്ച് കൊടുക്കുകയാണ് ഇവിടെ മൻസൂറും ചെയ്യുന്നത്. വളരെ കഷ്ടം. അങ്ങനെയുള്ള നിങ്ങളെ കുറിച്ചാണ് നൗഷാദ് ഈ പറയുന്നത്. കള്ളന്മാരാണവർ, അതാണ് കൊള്ളക്കാരാണവർ. എന്റെ പറഞ്ഞതാ. അല്ല, ഹസാലിമാ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരക്കാരെ കുറിച്ച്. അത് മൻസൂറിനും ബാധകമാണ്, നൗഷാദിനും ബാധകമാണ്, അതുപോലെ നിങ്ങളെയും പോലെയുള്ള എല്ലാ പുത്തൻവാദികൾക്കും ബാധകമാണ്. അതടക്കണോ? ഇപ്പോ ഞാനും പുത്തൻവാദിയായ ആളുകൾക്കാണ് ദജ്ജാലൂന കദ്ദാബൂന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നുള്ളതാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. മുസൈലിമത്തുൽ കദ്ദാബ് മുതൽ മസീഹ് ദജ്ജാൽ വരെ വരുന്ന 28 കള്ളവാദികൾക്ക്, അതിനിടയിൽ വരുന്ന 28 കള്ളവാദികളായ മതം വിറ്റ് തിന്നുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ദജ്ജാലൂന കദ്ദാബൂനാന്ന്. അത് ഞാൻ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അത് അദ്ദേഹം അവിടെ വെച്ച് കട്ട് ചെയ്തു. എന്നിട്ട് അത് എനിക്കും നൗഷാദിനും ഇട്ട് തന്നു. എങ്കിൽ തെളിയിക്കണം മുനീർ മുസ്ലിയാരെ നിങ്ങൾ തെളിയിക്കണം മൻസൂർ എവിടെയാണ് മതം വിറ്റ് തിന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോ താങ്കൾക്ക് ഇങ്ങനെ ആരോപണം പറയാം. താങ്കളുടെ കൂട്ടത്തിന്റെയും നേർക്ക് വരുന്നതൊക്കെ നമ്മക്കിട്ട് വെക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് താങ്കൾ പറയൂ. അത് വലിയ വലിയ കച്ചവടക്കാർ MA യൂസുഫ് അലിയെ പോലെ, അംബാനിയെ പോലെയുള്ള വലിയ വലിയ ആളുകൾ കച്ചവടം നടത്തിയാൽ അതൊന്നും മൻസൂറിന് പ്രശ്നമില്ല. അതേ കച്ചവടം തന്നെ AP ഉസ്താദിന്റെ അനുയായികൾ നടത്തി കഴിഞ്ഞാൽ അത് മൻസൂറിന് പറ്റൂല. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടല്ലോ സഹോദരന്മാരെ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇത് നീണ്ടു പോകുന്ന ഒരു അരമണിക്കൂറിലേലും 30 മിനിറ്റിലേലും നിർത്തണം എന്ന് എഴുതിയിട്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വ്യത്യാസം. ഇതുവരെ AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? MA യൂസഫ് അലിയുടെ ആണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ലുലു മാളുകളും അതുപോലെ മറ്റു പലതരത്തിലുള്ള ബിസിനസ്സുകൾ അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ അംബാനിയുടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ്, അതുപോലെ ജിയോ, ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ. അതിനൊക്കെ പുറമെ ആയിട്ട് അവർക്ക് മറ്റു പല ബിസിനസ്സുകളുണ്ട്. അതുപോലെ തന്നെ അദാനിയുടെ ആണെന്നുണ്ടെങ്കിൽ സീപോർട്ടുകളും എയർപോർട്ടുകളും എന്തൊക്കെയോ ബിസിനസ്സുകൾ അവർക്കുണ്ട്, എണ്ണിയാ തീരാത്ത. ഇദ്ദേഹത്തിന്റെ ബിസിനസ് എന്താണ്? ഇപ്പോൾ ഈ കൂട്ടത്തിൽ പെട്ട ആളാണെന്നല്ലേ പറഞ്ഞത്? അദ്ദേഹം പറയട്ടെ. എന്തൊക്കെയാ പറഞ്ഞത്? അറഫ നിധി, അതുപോലെ തന്നെ ബിരിയാണി ചെമ്പ്, നെയ്ച്ചോർ കിറ്റ്, ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപ്സക്കുണ്ടം പറം. ഇനി അതും അടുത്ത കൊല്ലം തുടങ്ങുമായിരിക്കും. അല്ല, അത് തുടങ്ങുന്നത് കൊണ്ട് തെറ്റുണ്ടോ മൻസൂറെ? അല്ല, ഇതിന് ശരഈയായിട്ട് നിങ്ങൾ എന്താണ് ഇതിന്റെ വിധി ഒന്ന് പറഞ്ഞു തരണം. കച്ചവടം നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഏറ്റവും നല്ല തൊഴിലാണ് കച്ചവടം നടത്തുക എന്നുള്ള രൂപത്തിലല്ലേ ഇവിടെ ധനം സമ്പാദിക്കുന്നത്. അത് തെറ്റാണോ മൻസൂറെ? അല്ല. പക്ഷേ നിങ്ങൾ ബിരിയാണി ചെമ്പ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബിരിയാണി കിറ്റ് എന്നോ അല്ലെങ്കിൽ അതുപോലെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ നിങ്ങളൊരു ഹോട്ടൽ ഉണ്ടാക്കിയിട്ട് ദിവസവും കൊടുക്കണം ആ ബിരിയാണി. നിങ്ങൾ ഇസ്ലാമില് എണ്ണപ്പെട്ട പ്രത്യേകമാക്കപ്പെട്ട ഒരു ദിവസം അന്ന് കൊടുത്തിട്ട് അന്നൊരു ബിരിയാണി സൽക്കാരം, അന്നൊരു ബിരിയാണി ചെമ്പ്. അതാണ് നമ്മൾ വിമർശിക്കുന്നത്. നിങ്ങൾക്ക് ഹോട്ടൽ നടത്തുവാനുള്ള ലൈസൻസ് ഉള്ള വലിയൊരു ഹോട്ടലോ അല്ലെങ്കിൽ ചെറിയൊരു ഹോട്ടലോ തട്ടുകടയെങ്കിലും ഉണ്ടോ? ആ തട്ടുകടയിൽ വെച്ചിട്ടാണോ നിങ്ങൾ ഈ ബിരിയാണി കച്ചവടം നടത്തുന്നത്? അത് 365 ദിവസം വേണ്ട, ഒരു
300 ദിവസമെങ്കിലും നിങ്ങൾ അത് നടത്തുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഇസ്ലാമിൽ എണ്ണി പറയപ്പെട്ട മൂല്യം നിർണ്ണയിക്കുന്ന ആ ദിവസങ്ങളിൽ മാത്രമല്ലേ നടത്തുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയും. ഇതൊക്കെ വിശ്വാസികളുടെ പണം സ്വരുക്കൂട്ടിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് നൗഷാദ് ഹസനെയും പണം പിരിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കയ്യിൽ അതിനുള്ള റെസീറ്റുമായിട്ടാണ് പരിപാടികൾക്ക് നടന്നിരുന്നത് എന്നാ പറഞ്ഞത്. വിശ്വാസികളോട് വിശ്വാസത്തിന്റെ ഈ ആത്മീയതയുടെ അല്ലെ മതം വിൽപ്പന നടത്തിയിട്ട് മതത്തെ ഒരു വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് വിൽപ്പന ചരക്കാക്കിയത് മതമല്ല മൻസൂറെ. ഇവിടെ ബിരിയാണി പൊതി എന്ന് പറഞ്ഞാൽ അതിൽ ബിരിയാണിയാണ് ചരക്ക്, അല്ലാതെ മതമല്ല. ഇനി മൻസൂറിന്റെ മതം ബിരിയാണിയും ബിരിയാണി ചെമ്പും അതുപോലെ തന്നെ മറ്റു നിധികളുമാണെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. മനസ്സിലായില്ലേ? ഇവർക്ക് ഏത് ഹോട്ടലാണുള്ളത്? ബിരിയാണി നടത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബലദിയ കാർഡും കാര്യങ്ങളും വേണം. ഇങ്ങ് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അതിനും ഹോട്ടൽ നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം. ഏത് ഹോട്ടലിന്റെ പേരിലാണ് നിങ്ങൾ ഈ ബിരിയാണി കച്ചവടം നടത്തിയിരിക്കുന്നത്? അത് നിങ്ങൾ ദിവസം നടത്തുന്നുണ്ടോ? പോട്ടെ, ആഴ്ചയിൽ നടത്തുന്നുണ്ടോ? മാസത്തിൽ നടത്തുന്നുണ്ടോ? കൊല്ലത്തില് ഏതെങ്കിലും ഒരു ആണ്ട് ദിവസം ഇസ്ലാമിൽ എണ്ണി പറയപ്പെട്ട ഒരു പ്രത്യേക ദിവസത്തിൽ നിങ്ങൾ ഇങ്ങനെ ബിരിയാണി ചെമ്പ് നടത്തുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും, അതിനെന്തിനാ നിങ്ങൾ ഇങ്ങനെ ബേജാറാണത്? എന്നിട്ട് അംബാനിയാണ് അദാനിയാണ്. ആയിക്കോട്ടെ, പറയും. മതം ഒരു വിൽപ്പന ചരക്കാണോ, ഒരു ആത്മീയ വാണിഭ സംഭവമാണോ എന്ന് ചോദിച്ചാല് ആണ്. മുജാഹിദുകൾക്കാണ്. ഈ മുജാഹിദുകൾക്ക് ആണ് എങ്കിൽ അത് മുജാഹിദുകളോട് പറയുക, എന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ എന്നെ മുജാഹിദിൽ കൂട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുജാഹിദുകള് നാട്ടിൽ നിരവധിയുണ്ട്. അവരൊക്കെ മോശപ്പെട്ടവരാണെന്നുള്ള ഒരു ധാരണയൊന്നും എനിക്കില്ല. അവരുമായിട്ട് ചേർത്ത് പറയുമ്പോൾ അത് ഏത് സംഘടനയുമായിട്ടാണ് എനിക്ക് ബന്ധമെന്നുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തണം. അല്ല, മുജാഹിദ് എന്ന ആ വാക്കാണെന്നുണ്ടെങ്കിൽ അതൊരു സത്യമാണ്. അതെന്നെ കുറിച്ച് അറിയുന്നവർക്ക്, എൻ്റെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയില്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും സക്കാഫിമാരുടെ അടുത്തൊക്കെ ചോദിച്ചാലേ അവർ പറഞ്ഞു തരും. അതിൽ സംശയമൊന്നുമില്ല. നിങ്ങൾ പറയും. അത് രണ്ടും നമ്മൾ പറയാറുള്ളതുമാണ്. ഓക്കെ, ഇവിടെ ബിസിനസ്സുകാരായ പല ഇനി മൻസൂർ പറയാൻ പോകുന്നത്, കച്ചവടക്കാരായ ആളുകൾ അവർ കച്ചവടം നടത്തി ധനം സമ്പാദിച്ചാൽ അത് നമുക്ക് പ്രശ്നമല്ല. മറിച്ച് AP ഉസ്താദും അവിടുത്തെ അനുയായികളും എങ്ങനെയെങ്കിലും ധനം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചോദ്യം ചെയ്യും. മനസ്സിലായില്ലേ? ഇവിടെ അദാനിയോ അംബാനിയോ യൂസഫ് അലിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാരായ ആരെങ്കിലും എന്തെങ്കിലും ബിസിനസ് നടത്തിയാല് എനിക്ക് ബുദ്ധിമുട്ടില്ല. മൂപ്പര സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ബിസിനസ് സ്ഥാപനങ്ങൾ മർക്കസും നോളജ് സിറ്റി ഒന്നല്ല ചോദിച്ചത്. ഈ മാളുകളായിട്ട് അല്ലെങ്കിൽ റിലയൻസിന്റെ പോലെ ജിയോ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതാണത്? അതല്ലത്. നിങ്ങൾ അരിഭക്ഷണല്ലേ കഴിക്കുന്നത് മുനീർ മുസ്ലിയാരെ? ഇത് AP ഉസ്താദിന് വെച്ച വെപ്പ് തന്നെയാണ്. അദ്ദേഹം വെറൊരു ബിസിനസ്സുകാരനാണ്, ഒരു കോർപ്പറേറ്റ് ഭീമനാണെന്നുള്ളത് വരുത്തി തീർക്കുകയാണ് നിങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശുദ്ധനാണ് എന്നാണ് തോന്നിയത്, പക്ഷെ ദുഷ്ടന്റെ ഫലം ചെയ്തിട്ടുണ്ട്. ബാക്കി പറയും. ഇനി മാന്യമര്യാദക്ക് കച്ചവടം നടത്തിയിട്ട് ഒരു ധനം സമ്പാദിക്കാൻ നോക്കിയാലോ? അത് മൻസൂർ സമ്മതിക്കൂല. മൻസൂർ അതിനെയും വളച്ചൊടിക്കും. അതാണ് ഇനി നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത്. ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു മൾട്ടി മില്യണറൊക്കെ ആയ ഒരു വലിയ ഒരു വ്യവസായിയാണ് MA യൂസഫ് അലി, ലുലു ഗ്രൂപ്പിന്റെ മുതലാളി അല്ലേ? നമ്മൾ അദ്ദേഹത്തെ അസൂയപ്പെട്ട് പിന്നാലെ കൂടിയിട്ടൊന്നുമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ അതെ, മൂപ്പര് AP ഉസ്താദ് അല്ലല്ലോ. AP ഉസ്താദ് ആകുമ്പോഴാണല്ലോ മൻസൂറിന് പ്രശ്നമുള്ളത്. അങ്ങനെയല്ല മുനീർ മുസ്ലിയാരെ. അത് യൂസഫ് അലി എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഞാൻ നേരത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു, ഈ ലുലു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് അത് ലോകത്ത് പല ഭാഗത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശൃംഖലയാണ്. ആ ശൃംഖലയുടെ ചെയർമാനാണ് MA യൂസഫ് അലി. അദ്ദേഹത്തിന്റെ ബിസിനസ് കാണിക്കാന് ലുലു ഹൈപ്പർ മാർക്കറ്റുകളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്, വിദേശ രാഷ്ട്രങ്ങളിലുണ്ട്. അതുപോലെയാണ് നിങ്ങൾ ഈ മാർക്കസിൽ നടക്കുന്ന സാധനങ്ങളൊക്കെ പറയുന്നത്. എന്താണ് ഉസ്താദെ നിങ്ങൾ പറയും? അദ്ദേഹം കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തതാണ്. ആരെയും പറ്റിച്ചിട്ടല്ല, വിശ്വാസത്തിന്റെ പേര് പറഞ്ഞിട്ടല്ല. ഇനി അത് കഴിഞ്ഞാല് ഇവിടെ തന്നെ രവി പിള്ളയെ പോലെയുള്ള ആളുകളുണ്ട്. അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാല് ഗുജറാത്തിൽ നിന്നുള്ള അംബാനിമാര്, അതുപോലെ അദാനിമാര്, ഇനി അതും കഴിഞ്ഞു പോയി കഴിഞ്ഞാല് ബിൽഗേറ്റ്സ് പോലെയുള്ള പല പല കോടീശ്വരന്മാരുണ്ട്. ഓല് വളർന്ന് ഇനി അമ്മക്കെന്താ അസൂയ? അവര് നിങ്ങൾക്ക് അസൂയയില്ല. ഇത് തന്നെയല്ലേ നിങ്ങൾ നേരത്തെ എണ്ണി പറഞ്ഞ അറഫ നിധിയും ബിരിയാണി ചെമ്പും ഒക്കെ? അത് അവർ അധ്വാനിച്ചുണ്ടാക്കിയ പ്രൊഡക്റ്റ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു, അതിന്റെ ധനം വാങ്ങുന്നു, അത് സ്വീകരിക്കുന്നു. ഇതിനെന്താണ് തെറ്റ്? ഈ കച്ചവടം തന്നെയാണ് നിങ്ങൾ എണ്ണി പറഞ്ഞ യൂസുഫ് അലിയും അതുപോലെ തന്നെ അംബാനിയും ചെയ്യുന്നത്. ഇത് തന്നെയല്ലേ ഇവരും ചെയ്യുന്നത്. രണ്ടു തമ്മിൽ എന്താണ് വ്യത്യാസം? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവരെ തന്നെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വിമർശിക്കുന്നത്? പുനർ സഹോദരന്മാരെ, ഇതിന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല.
അംബാനിയും അദാനിയും അതുപോലെ യൂസഫ് അലിയും ഒക്കെ ചെയ്യുന്ന ബിസിനസ് തന്നെയാണ് ഇവരും ചെയ്യുന്ന ഈ ബിരിയാണി കിറ്റ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഞാനിതിന് വിശദീകരിക്കണോ? ഇതപ്പോ ഒരു ബിസിനസ് ആണോ? എന്താണ് മുസ്ലിയാരെ, എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണത്? അപ്പൊ അത് അവർ നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ പോക്കറ്റിലും പെട്ടിയിലും അലമാറയിലും ബാങ്കിലും ഒക്കെ ഇരിക്കുന്ന പൈസ അവരുടെ ബാങ്കിലേക്ക് എത്തിക്കുവാൻ അവർ ട്രൈ ചെയ്യുന്നുണ്ട്. മൻസൂറെ, ഈ ട്രൈ തന്നെയല്ലേ ഇവരും ചെയ്തത്? അതല്ല അക്ഷരം മാറിയിട്ടുണ്ടോ? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. മൻസൂർ തന്നെ മൻസൂറിന്റെ വീഡിയോക്ക് മറുപടി കൊടുക്കുകയാണ്. മൻസൂർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി തന്നെയാണ്, അഥവാ കച്ചവടം, അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. ഇവരും ബിരിയാണി ആയിട്ടും ഓരോ പ്രൊഡക്റ്റ് ആയിട്ടും ജനങ്ങൾക്ക് കച്ചവടം നടത്തുന്നു. അവരുടെ ധനം ആ കച്ചവടത്തിലൂടെ സമ്പാദിക്കുന്നു. ആണോ സഹോദരന്മാരെ? ആണോ? MA യൂസഫ് അലി ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ മറ്റുള്ള ബിസിനസ് മാഗ്നറ്റുകള്, കോർപ്പറേറ്റ് ഭീമന്മാർ ചെയ്യുന്ന പണിയാണ് എന്നാണോ ഈ പറയപ്പെട്ട, ഇവിടെ നമ്മൾ വിമർശിക്കപ്പെട്ട സംഭവങ്ങള്? ഈ അറഫ നിധി എന്ന് പറഞ്ഞുകൊണ്ട് അറഫ സംഗമത്തിന്റെ ദിനത്തിൽ പിരിച്ചെടുത്തത് വല്ലാത്ത യാതി. ഇത് തന്നെയല്ലേ ബിൽഗേറ്റ്സും നിങ്ങൾ പറഞ്ഞ് യൂസുഫ് അലിയും ചെയ്യുന്നത്? അത് യൂസുഫ് അലി ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അതേ പരിപാടി തന്നെ AP ഉസ്താദോ അനുയായികൾ ചെയ്യുകയാണെങ്കിൽ അത് പറ്റൂല. മനസ്സിലാകുന്നുണ്ട് മൻസൂർ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വിജയിക്കുന്നുണ്ട്. അവർ വലിയ വലിയ ബിസിനസ്സുകാരാവുന്നുണ്ട്, വ്യവസായികളാവുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ബിസിനസ് നടക്കുന്നു. ബിസിനസ് തന്നെയാണെന്ന് മൻസൂർ സമ്മതിച്ചു കേട്ടോ. പക്ഷെ ഇതിന് വലിയ മുതൽ മുടക്കില്ലാത്ത. ഇനി മൻസൂറിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് മുതൽ മുടക്കുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അവർക്ക് മുതൽ മുടക്കുള്ളത് കൊണ്ട് നമുക്ക് പ്രശ്നമല്ല. അപ്പൊ ഇനി മുതൽ മുടക്കില്ലാതെ കേരളത്തിൽ ആരെങ്കിലും കച്ചവടം നടത്തിയാൽ അത് മൻസൂറിന് വലിയ പ്രശ്നമാണ്. അപ്പൊ എനിക്ക് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുതൽ മുടക്കില്ലാത്ത ബിസിനസ് ആണ് എന്നുള്ളതാണ്. ഇത് ബിസിനസ് ആണെന്ന് ഞാൻ സമ്മതിച്ചു എന്നുള്ളതാണ് ഇപ്പൊ മൂപ്പരെ കണ്ടെത്തല്. ഇതിനി കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. ഈ പറഞ്ഞത് ഞാനത് ബിസിനസ് ആണെന്ന് സമ്മതിച്ചു എന്നുള്ളതാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ ഇത് എന്താണ് സഹോദരന്മാരെ? ആത്മീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് പാവങ്ങളെ പറ്റിക്കാണ്. എന്നിട്ട് അത് വലിയൊരു ബിസിനസ് ആണെന്നും പറഞ്ഞിട്ട് അംബാനിനെയും അദാനിനെയും അതുപോലെ തന്നെ MA യൂസഫ് അലിയുടെയും ശ്രേണിയിലേക്ക് എന്താണ് അവരുടെ ഉൽപ്പന്നം? എന്താണ്? ആത്മീയത. അവിടെ ബിരിയാണി കൊടുക്കേണ്ടിച്ച് ഹോട്ടലല്ലാതെ ബിരിയാണി, അതൊരു കച്ചവടമാണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ആ കച്ചവടം ചെയ്യാൻ ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടേണ്ടി വരും. കാരണം അതൊരു കച്ചവടമാണ്, ബിസിനസ് ആണെങ്കിൽ അതിന് ലൈസൻസ് നിർബന്ധമാണ്. ഇനി അല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു തരികിട പരിപാടിയാണെങ്കിൽ ആ തരികിട പരിപാടി തന്നെയല്ലേ ഇപ്പൊ നമ്മളും തുറന്നു പറയണത്. അതിന് എന്നെ അസൂയാലും ആക്കിയിട്ടൊന്നും കാര്യമല്ല എൻ്റെ സഹോദര. നിങ്ങൾ ആദ്യം ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കും. ഇസ്ലാമുമായിട്ട് ഷറയില് എന്തൊക്കെയാണ് ഇതിന്, അത് എന്തൊക്കെയാണ് ഇത് എന്ന് ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങൾ പഠിച്ച കിതാബുകൾ നിങ്ങൾ മന്ദിക്കില്ലേ, അതവിടെ മാറ്റിയേക്ക്. അത് ചർവിതചർവണങ്ങൾക്കും കുസുമാത്തുകൾക്കും ഉള്ളതാണ്, അതാണ് മാറ്റിയേക്ക്. എന്നിട്ട് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും എടുത്ത് മലത്തി വെക്കി, എന്നിട്ട് പഠിച്ചു നോക്കി. എന്നിട്ട് മനസ്സിലാക്കി എന്ത് ന്യായീകരണമാണത്, എന്ത് ന്യായീകരണ തിലകാണ് മുനീർ മുസ്ലിയാരെ നിങ്ങള്. ഇജാതി ന്യായീകരണം ഉണ്ടല്ലോ, വല്ലാഹി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ നാളെ അള്ളാന്റെ കോടതിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഏറ്റുപറയേണ്ടി വരില്ലേ?